നമസ്കാരം. VL വാസ്തു കൺസൾട്ടൻസി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കോൺ രാശികളിൽ ബാത്റൂമുകൾ വന്നാലുള്ള ദൂഷ്യഫലങ്ങളെ പറ്റി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബ്രഹ്മസൂത്രം കടന്നു പോകുന്ന പടിഞ്ഞാറ് ഭാഗത്ത് സൂത്രങ്ങളും ബ്രഹ്മസൂത്രം കടന്നു പോകുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അത് ആരുടെ മർമ്മരാശിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പടിഞ്ഞാറ് ഭാഗത്ത് ബാത്റൂം വന്ന് അടഞ്ഞാൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സൂത്രവേദം വന്നുകൂടാ എന്ന് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. സൂത്രവേദം എന്ന് പറഞ്ഞ ബ്രഹ്മസൂത്രവേദം വന്നുകൂടാ, യമസൂത്രവേദം വന്നുകൂടാ. അപ്പം ബ്രഹ്മസൂത്രം നമുക്ക് 5 സൂത്രങ്ങളാണ് ഒരു ആരൂഢത്തിനുള്ളത്. ബ്രഹ്മസൂത്രമുണ്ട്, യമസൂത്രമുണ്ട്, കർണസൂത്ര, മൃത്യുസൂത്ര, നാഗസൂത്ര. അങ്ങനെയാണ് ഈ സൂത്രവേദങ്ങൾ നമ്മൾ പറയുന്നത്. വിശേഷിച്ച് ഏറ്റവും ബ്രഹ്മസൂത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രം കടന്നു പോകുന്നത്. അത് ഒരു മനുഷ്യൻ്റെ ബ്രഹ്മസൂത്ര സഞ്ചാരദശ ഈ തരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ആരൂഢ മർമ്മത്തിലൂടെയാണ് ബ്രഹ്മസൂത്രം കടന്നു പോകുന്നത്. യമസൂത്രം കടന്നു പോകുന്നത് ആ രണ്ടാമത്തെ മർമ്മത്തിലൂടെയാണ്. ഇത് 2 സൂത്രങ്ങളും ഒരു ആരൂഢത്തിന് ഒരു കാരണവശാലും ഭേദമാവാൻ പാടില്ല, അത് അടയാൻ പാടില്ല, ആ ഭാഗം അശുദ്ധിയാവാനും പാടില്ല എന്നുള്ളതാണ് നിയമം. ഇപ്പം ബ്രഹ്മസൂത്രം മർമ്മരാശി അടഞ്ഞു കഴിഞ്ഞാൽ അത് ഗൃഹനാഥന് മർമ്മം അടഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൃഹത്തിൻ്റെ ആരൂഢാധിപതി, അതായത് ഗൃഹനാഥനാണ് ആരൂഢത്തിൻ്റെ ഗൃഹത്തിൻ്റെ മർമ്മമായ ഭാഗം വരുന്നത്. അപ്പോൾ ആ മർമ്മം അശുദ്ധിയായാൽ ഗൃഹനാഥന് തക്കതായ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും പലതരത്തിലുള്ള രോഗദുരിതങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. എന്നാൽ യമസൂത്രം എന്ന് പറഞ്ഞാൽ ദീർഘത്തിൻ്റെയും വിധിയുടെയും മർമ്മഭാഗം, അതായത് വടക്ക് നിന്ന് തെക്കോട്ട് പോകുന്നതാണ് യമസൂത്ര മർമ്മരാശി. ബ്രഹ്മസൂത്രം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും യമസൂത്രം വടക്ക് നിന്ന് പടിഞ്ഞാട്ടും പോകുന്നതാണ് യമസൂത്രം. യമസൂത്ര ഭേദം സംഭവിച്ചാൽ അവിടുത്തെ സ്ത്രീജനങ്ങൾക്ക് പലതരത്തിലുള്ള രോഗദുരിതങ്ങൾക്ക് കാരണമാകും. അപ്പോൾ കഴിവതും ഒരു ആരൂഢം ചെയ്യുമ്പോൾ മർമ്മഭാഗം അടയാൻ പാടില്ല, അശുദ്ധിയാവാൻ പാടില്ല. അത് ജനലുകളോ വാതിലുകളോ വെച്ച് അതിനെ തുറന്നു വിട്ട് അതിനെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അത് ഒത്ത മധ്യഭാഗത്തു കൂടിയാണ് ഈ ബ്രഹ്മസൂത്രമായാലും യമസൂത്രമായാലും കടന്നു പോകുന്നത്. അപ്പോൾ സൂത്രഭേദം അടയാൻ പാടില്ല എന്നുള്ളതാണ്. അടഞ്ഞു കഴിഞ്ഞാൽ അത് പല തരത്തിലുള്ള രോഗദുരിതങ്ങൾക്ക് കാരണമാകും. അടുത്തത് കർണസൂത്ര, മൃത്യുസൂത്രങ്ങൾ. കർണസൂത്രം, മൃത്യുസൂത്രം, നാഗസൂത്രങ്ങൾ. ഇത് ആരൂഢത്തിന് പുറത്തോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കർണസൂത്രം വരുന്നത് എന്ന് പറയുമ്പോഴേക്കും ആരൂഢത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്നും തെക്ക് വടക്കേ മൂലയിലേക്ക് പോകുന്ന കർണസൂത്രവും, ആരൂഢത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് തെക്ക് കിഴക്കേ മൂലയിലേക്ക് പോകുന്ന മൃത്യുസൂത്രവും. ഈ സൂത്രങ്ങൾ മറ്റ് ആലയങ്ങൾക്കോ ഉപാലയങ്ങൾക്കോ, മറ്റ് വീട് നിൽക്കുക, അല്ലെങ്കിൽ കിണർ വരിക, അല്ലെങ്കിൽ ഷെഡ് വരിക, ആ ആലയങ്ങൾക്കോ ഉപാലയങ്ങൾക്കോ കിണറുകൾക്കോ ഭേദം വരാൻ പാടില്ല എന്നുള്ളതാണ് കർണസൂത്രം, മൃത്യുസൂത്രങ്ങൾ. അതായത് അടുത്ത നാഗസൂത്രം എന്ന് പറയുന്നത് ആരൂഢത്തിൻ്റെ പുറം പരിധിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കാരണവശാൽ ഒരു വീട് ചെയ്യുമ്പോൾ ഒരാൾക്ക് നടന്നു പോകാനുള്ള ഇടമെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു വീടിനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയൊക്കെ ചെയ്തിട്ട് വരും. വർക്ക് ഏരിയയുടെ ഒരു ഭിത്തി മതിലായി എടുക്കുകയും ചെയ്യും. മതിലായി എടുക്കുമ്പോഴേക്കും അവിടെ നാഗസൂത്രങ്ങൾക്ക് ഭേദം വരുന്നു. നാഗസൂത്രങ്ങൾക്ക് ഭേദം വന്നാലോ അതീവ ഗുരുതരമായ ഒരു അവസ്ഥയാണ്. നാഗസൂത്ര ഭേദം വന്നു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും സാധ്യതയുണ്ട്. കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക, കുട്ടികൾ ജനിക്കാതിരിക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ സ്ഥിരമായി അസുഖങ്ങൾ വരിക, അത് നാഗസൂത്ര ഭേദം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളാണ്. അപ്പം ബ്രഹ്മസൂത്രം ഭേദമായി കൂടാ, അഴുക്കായി കൂടാ, ബാത്റൂമുകളോ മറ്റോ ഒന്നും വന്ന് അത് അടയാൻ പാടില്ല. അതുപോലെ തന്നെ യമസൂത്രവും അശുദ്ധിയാവാൻ പാടില്ല, അടയാൻ പാടില്ല. കർണസൂത്രം, മൃത്യുസൂത്രങ്ങൾ പുറം പരിധിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും അത് മറ്റാലയങ്ങൾക്കോ ഉപാലയങ്ങൾക്കോ ഭേദം വന്നുകൂടാ, കിണറുകൾക്കും ഭേദം വന്നുകൂടാ. നാഗസൂത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആരൂഢത്തിന് പുറം പരിധിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് ഒരു കാരണവശാലും മതിലിനോട് ചേർത്ത് ഒരു കാരണവശാലും ഗൃഹം നിർമ്മിതി ചെയ്ത് നാഗസൂത്രത്തെ അടയ്ക്കുവാനും പാടില്ല. നിങ്ങൾക്ക് ഇത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.